السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد أعظم في علم الله صلاة دائمة بدوام ملك الله ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു നായിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നായയെ തൊടൽ നമുക്ക് നിഷിദ്ധമാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നായയെ തൊടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണല്ലോ. അങ്ങനെയുള്ള നായ്ക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് കിടന്നതായ ഹദീസിൽ കാണുന്നുണ്ട്. കാരണം ദാഹിച്ച് കൊണ്ടിരിക്കുന്ന ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ കടന്നു എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല بين رجل يمشي فأسد عليه العطش فنزل بئرا وشرب منها ثم خرج فإذا هو بكلب يلعث يأكل الثرى من العطش فقال لقد بلغ هذا مثل الذي بلغ بي فملأ خفه ثم أمسكه بفيه فشكر الله له فغفر له. قالوا يا رسول الله وإن لنا في البهائم أجرا قال في كل كبد رطب أجر. ബുഖാരി കാണുന്നുണ്ട്. അബ്ദുല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ നടന്നു പോകുമ്പോൾ ശക്തമായ ദാഹമുണ്ടപ്പോൾ അയാൾ എന്താക്കുന്നു, അവിടെ ഒരു കിണറുണ്ടായി. ശക്തമായ ദാഹം വന്നപ്പോൾ അവർ കിണറ്റിൽ പോയി ഇറങ്ങി അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ദാഹിച്ചു കുറഞ്ഞ ഒരു നായി ഇതേപോലെ അവിടെ എന്താക്കുന്നുണ്ട്, നായി അവിടെ കിടക്കുകയാണ്. നായി ഇങ്ങനെ മണ്ണ് തിന്നതായി കാണുന്നു. അതെന്താക്കുന്നു, അവിടെ പോയിട്ട് മണ്ണൊക്കെ ഇങ്ങനെ നക്കി തിന്നതായി കാണുന്നു. ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായിക്ക് ദാഹം വരുമ്പോൾ എനിക്ക് പിടിവിട്ടതുപോലെ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ നായി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നായി വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കി. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഈ മഹാനവറുകൾ തൻ്റെ കുഫയിലുള്ള കാലിലുള്ള ഒരു സൂ ഉണ്ടാകുന്നു, കുഫ അന്നത്തെ പോലത്തെ ആ കുഫ എടുത്തിട്ട് ആ കിണറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വെള്ളം കോരിയിട്ട് നായ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നായ്ക്ക് കൊടുത്തിട്ട് ആ നായിൻ്റെ ദാഹം തീർത്തു. ആര്? ഈ മനുഷ്യൻ. ആ ദാഹം കണ്ടതുകൊണ്ടാണ്, നായ്ക്ക് ദാഹമുണ്ട് എന്നുള്ള അറിഞ്ഞതുകൊണ്ട് മണ്ണ് തിന്നത് കണ്ടപ്പോൾ അയാൾ എടുത്ത പണിയാണ്. ആ മഹാൻ അതാ പറഞ്ഞത്, ലഖദ് ബലഗ ഹാദാ മിസ്ലദീ ബലഗ ബി, എനിക്കെത്തിയതുപോലത്തെ പ്രയാസം വിഷമം ആ നായ്ക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ വായിൽ ഇങ്ങനെ പിടിച്ചിട്ട് നായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റൂലെന്താക്കി കോരി വെള്ളം എടുത്തിട്ട് അത് കൊടുക്കുകയാണ്. എന്നിട്ടോ ആ നായിൻ്റെ ആ ദാഹം തീർത്തത് കൊണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് വലിയ ശുക്ർ, അള്ളാഹു താല നിങ്ങൾ ദോഷങ്ങൾ പുറത്തിരട്ടെ എന്ന് പറഞ്ഞു. കാലു യാ റസൂലുള്ളാഹി, ഓ നബിയെ, ബഹായിമി അജ്റൻ, മൃഗങ്ങൾക്ക് ഇതിനൊക്കെ കൊടുത്താൽ അതിന് കൂലിയുണ്ടോ നബിയെ? വെള്ളം ഇതൊക്കെ കൊടുത്താൽ കൂലിയുണ്ടോ ചോദിച്ചപ്പോൾ ഫീ കുല്ലി കബദറത്തുബിൻ ഹജ്റുൻ, എല്ലാ പച്ചയുള്ളെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നിന്ന് ഒരു മൃഗം എന്ന് വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, കരളുള്ള എല്ലാത്തിനും എന്തുണ്ട്, എല്ലാറ്റിനും കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ, കരൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും എന്ത് കൊടുത്താലും അതിന് എന്തുണ്ട്, കൂലിയുണ്ട്. കരളില്ലാത്ത ജീവികൾ ഉണ്ടാവില്ലല്ലോ. ഏത് നായായോ കോയായോ പശുവായോ ഒക്കെ കരളുണ്ടാവും. അപ്പം അതിനിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ ദാഹം കണ്ടാൽ കൊടുക്കണം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു നായെ തൊടാൻ പാടില്ല, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റൂല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നായ്ക്ക് കൊടുക്കണം. നായ ഒരു ജീവിയാണ്, നായയെ തൊടണമെന്നല്ല പറഞ്ഞത്. നായ്ക്ക് വിശപ്പ് അറിഞ്ഞാൽ നായ്ക്ക് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വിരോധമില്ല. നായി തൊടാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നുള്ളൂ, ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നായ്ക്കൾ വരുമ്പോൾ നായ്ക്കൊക്കെ വിഷമമുണ്ട് എന്നറിയുമ്പോൾ, ദാഹിച്ചിരിങ്ങനെ കാണുന്ന ചില നായ്കളുണ്ടാവും, ചോരായിട്ടുണ്ടാവും, വിഷമം കൊണ്ട് ആ ദാഹം കൊണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് നായിയായാലും ഏത് ജീവികൾക്കായാലും നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ അതിന് കൂലി അള്ളാഹു താല തരും. അതാണ് ഫശക്കർ അല്ലാഹു ലഹു ഫഗഫറ ലഹു എന്നാ പറഞ്ഞത്. അള്ളാഹു താല നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ അതുകൊണ്ട് കാരണമാകും. അള്ളാഹു താല ആ നിലക്ക് എല്ലാ ജീവികൾക്കും കരുണ ചെയ്യണം. ഇന്നലെ ഞാൻ പറഞ്ഞ യൂട്യൂബിലൂടെ പറഞ്ഞു, പൂച്ചയെ കെട്ടിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിലാണ്. പൂച്ച കെട്ടിട്ടതിൻ്റെ പേരിലാണ്
ഒരു സ്ത്രീ നരകത്തിൽ നിന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണിത് പറയാൻ കാരണം, ആ പൂച്ചയെ കെട്ടിട്ടത് കൊണ്ട് ആ പൂച്ചയ്ക്ക് എന്തായി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അത് കെട്ടിട്ടതിൻ്റെ പേരിൽ അത് മരിച്ചുപോയി. അതിൻ്റെ പേരിൽ അവൾ നരകത്തിൽ കിടക്കേണ്ടി വന്നു. ഇതോ ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ കിടന്നു. എങ്ങനെയുണ്ട് നോക്ക് നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണ്. അതുകൊണ്ട് നായയെ തൊടാൻ പാടില്ല. എങ്കിലും അതിന് ദാഹങ്ങൾ വിശപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ദൂരെ പോയി അത് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വിരോധവുമില്ല. അള്ളാഹു താല നല്ലത് പറയാൻ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൻ്റെ ഹക്ക് കൊണ്ട് നമ്മൾ മരിച്ചു എല്ലാവരുടെ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ നിലക്കും എല്ലാ ഫീ കുല്ലി ഖബദി റത്ബിൻ ഹജറുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറികളുള്ള എല്ലാറ്റിലും എന്തുണ്ട്, കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെല്ലാതും കൊടുക്കുന്നുണ്ട്, കൂലിയുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹു തആല ആ നിലക്ക് എല്ലാ മൃഗങ്ങളോട് കരുണ കാണിക്കാനും അതിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരു സലാത്ത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.